power of prophetic. The power of the prophetic. ഈ പ്രവചനത്തിന്റെ ശക്തി ഭയങ്കരമാണ്. The power of the prophetic is amazing. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ട്. There was a man in the Old Testament. അവന്റെ പേര് ശൗൽ എന്നാണ്. And his name was Saul. അവൻ ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. He was jobless and he was wandering. അവന്റെ ജീവിതത്തിനകത്ത് അവൻ തകർച്ച കണ്ടിരിക്കുകയാണ്. And he was broken in his life. അവന്റെ കുടുംബത്തിനകത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടായി. And he experienced some losses in his family. അവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. So he went out looking for a lost donkey. അവൻ പോകുന്ന വഴിയിൽ ഒരു പ്രവാചകനെ കണ്ടു. And on his way to look for a lost donkey he met a prophet. ആ പ്രവാചകനെ കണ്ടത് അവന്റെ ലൈഫിനെ തിരിച്ചുമറിച്ചു. That encounter with the prophet changed his destiny. അവൻ തിരിച്ചു വരുന്നത് ഒരു രാജാവായിട്ടാണ്. He came back as a king. He went out looking for donkey but came back as a king. ശൗലേ, നീ പോയത് രാജാവാകാനാണോ? Did you go looking to become a king? നീ പോയത് പ്രവാചകനെ തിരക്കിയാണോ? Did you go looking for a prophet? നീ പോയത് എന്തെങ്കിലും പ്രതീക്ഷയോടെയാണോ? Did you go expectantly? അവൻ പറയും, ഇല്ല ഇല്ല ഇല്ല, ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. I was wandering purposeless in my life. എനിക്കൊരു ലക്ഷ്യമില്ലായിരുന്നു. There was no purpose in my life. ഒറ്റ പ്രവാചകൻ one prophet എന്റെ ജീവിതത്തിന്റെ തലങ്ങളെ തിരിച്ചുമറിച്ചു. He changed my destiny. ഇന്ന് പകൽ ഇതിനകത്ത് ചില വീടുകൾ തിരിയാൻ പോകുകയാണ്. There's got some families that's going to turn ചെറുപ്പക്കാർ around. തിരിയാൻ പോകുകയാണ്. There's some destinies. ചില ഭാവി തിരിയാൻ പോകുകയാണ്. Destinies unlocking. പ്രതീക്ഷിക്കാത്ത വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. Unexpected doors opening before you. നീ പ്രതീക്ഷിക്കാത്ത ചില അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. An unexpected impartation of anointing is happening on you. ഇന്ന് പകൽ കഥ പറയുന്ന ചിലരുടെ അലച്ചലുകൾ നിൽക്കാൻ പോകുകയാണ്. Some wanderings is going to come to an end this morning. ഓ, വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറഞ്ഞാട്ടെ. Oh, come on, somebody clap your hands and receive that prophetic. Power of prophetic. The power of prophetic. ചിലരുടെ അലച്ചിലുകൾ നിൽക്കാൻ പോകുന്നു. Some of your wanderings are going to come to an end. നിങ്ങൾക്ക് മനസ്സിലായോ? Did you understand what I'm saying? അവൻ പോയത് നഷ്ടപ്പെട്ടതിനെ തിരക്കിയ. He went out looking for a lost property. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. He didn't know what he was going to do. പക്ഷേ അവൻ തിരിച്ചു വരുന്നത് But when he came back, ഒരു രാജാവായിട്ടാണ്. he came with a purpose. ഒരു ക്ഷാമകാലത്ത് There was a time of famine. ബൈബിൾ പറയുന്നത് പ്രാവിന്റെ കാഷ്ടത്തിന് വരെ വിലയുള്ള സമയം. It was a time even the droppings of a bird was bought with money. അത്രയ്ക്ക് കഷ്ടതയിൽ കിടക്കുകയാണ്. So much of famine, economy was broken. സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുന്ന സമയം. The time when people were hungry so much that they ate their അവരുടെ own children. ചെരുപ്പുമൊക്കെ ഭക്ഷിക്കുകയാണ്. He ate the leather garments and leather footwears. അത്രയ്ക്ക് ക്ഷാമത്തിൽ കിടന്ന ജനം. In such a broken economy. പക്ഷേ ആ സമയത്ത് ഒരു പ്രോഫറ്റ് വരികയാണ്. But a prophet comes into the scene. അദ്ദേഹത്തിന്റെ വായിലൂടെ ഒരു വചനം വന്നു. And he gives a prophetic word. അദ്ദേഹം പറഞ്ഞത്, നാളെ ഈ നേരത്ത് നിന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. He said in 24 hours the state of your life is going to change. Correct. 24 മണിക്കൂറിനകത്ത് അവന്റെ ചരിത്രം മാറി. In 24 hours your destiny is going to change. ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുന്നു. I prophesy over some people. നാളെ ഈ സമയത്തിന് മുമ്പേ, In 24 hours. നാളെ ഈ സമയത്തിന് മുമ്പേ In 24 hours. നിനക്ക് വേണ്ടി അസാധാരണ വാതിലുകൾ തുറക്കുന്നു. Impossible doors are opening for you. നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്നു. Receive it in Jesus' name. ആമേൻ. ശൂന്യതകൾ മാറുന്നു. Oh, dryness is going. ആമേൻ. ക്ഷാമം മാറുന്നു. Oh, famine is leaving. നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചെന്ന്? Do you know what happened? 24 മണിക്കൂറിനകത്ത്. After 24 hours. ഓ, അത് ഭയങ്കരമാണ്. Oh, it's an amazing ഒരു incident. പുതിയ സീസൺ അവിടെ തുറക്കുകയാണ്. A new season opened up. 24 മണിക്കൂറിന് മുമ്പേ 24 hours back. വരൾച്ചയുടെ സീസൺ They ആയിരുന്നു. were in the season of barrenness. 24 മണിക്കൂർ മുമ്പേ 24 hours back. ക്ഷാമത്തിന്റെ സീസൺ It ആയിരുന്നു. was a season of famine. 24 മണിക്കൂർ മുമ്പേ 24 hours back. കരച്ചിലിന്റെ ശബ്ദമായിരുന്നു. It was a season of death. 24 മണിക്കൂർ മുമ്പേ 24 hours back. സകലവും നഷ്ടപ്പെട്ട സമയമായിരുന്നു. Season where you പക്ഷേ lost 24 മണിക്കൂർ കഴിയുന്നതിനകത്ത് after 24 hours. അതേ ദേശത്ത്, In the same place. അതേ വീട്ടിൽ In the same house. സമൃദ്ധി വെളിപ്പെട്ടു. Prosperity came. ഞാൻ പ്രവചിക്കുന്നു, I prophesy. അടുത്ത 24 മണിക്കൂറിനകത്ത് In the next 24 നിന്റെ hours. വീട്ടിനകത്ത് ആഘോഷങ്ങൾ വെളിപ്പെടാൻ പോകും. Open heavens over your നിന്റെ house. വീട്ടിനകത്ത് ആഘോഷങ്ങൾ വെളിപ്പെടാൻ പോകും. Open doors.